നേരത്തെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? മക്കളുമായിട്ട് എല്ലാ മാസം എങ്ങോട്ടിലൊക്കെ പോകുന്നതല്ലടാ, വലിയ സംഭവമൊന്നും അല്ലായിരുന്നു. രസമല്ലേടാ, ഇതൊക്കെയല്ലേ പിള്ളേർക്ക് എൻജോയ്മെന്റ്. ആരായത്? ആ സജീണോ? കുറേ കാലമല്ലോ കണ്ടിട്ട്. ഒന്ന് ഇറങ്ങാൻ പറ്റണ്ടടാ, മോനെ വിട്ട് മാറാൻ പറ്റുമോ? അവൻ ഓക്കെ അല്ലേ? അന്നത്തെ നമ്മുടെ വീൽ ചെയറിന് കുഴപ്പമില്ലുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. വീൽ ചെയറിന് കുഴപ്പമൊന്നുമില്ലടാ, അത് തന്നെ അല്ല ഉള്ളതുകൊണ്ട് വലിയ ഉപകാരമാണ്. എനിക്ക് അവനെ അതിൽ എടുത്തിരുത്തിട്ടേ എനിക്ക് എൻ്റെ തയ്യപ്പിന് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ പിന്നെ ഇന്നെങ്ങനെ ഇറങ്ങി? അവൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? പെങ്ങൾ വന്നിട്ടുണ്ടാ, അവള് കുടുംബമായിട്ടേ ബാംഗ്ലൂരാ. 5-6 മാസം കുടുംബം വരും. അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവളവനെ നോക്കിക്കോളും. അന്നേരമായി എനിക്കൊന്ന് സമാധാനമായിട്ടൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങാൻ പറ്റുന്നതന്നെ. എന്നതായാലും സജീവനെ സമ്മതിക്കണം. ഒരു കല്യാണമോ ഒരു കയറി താമസമോ എന്നാ പറയാനാ, കൂട്ടുകാരോടത്തി മനസ്സറിഞ്ഞൊന്ന് പുറത്തേക്ക് പോകാൻ പോലും പറ്റത്തില്ല. പെണ്ണുമ്പോൾ പോയ പിന്നെ ഞാൻ മോൻ്റെ കൂടെ തന്നെ എപ്പോഴും വീട്ടിൽ. വർഷമെട്ടായില്ലേ. ആദ്യമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പുറത്തോട്ടൊന്നും പോകാൻ പറ്റാത്തതിന്. ഇപ്പം അതങ്ങ് ശീലമായി. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തേ. എന്നാ കാര്യമാടാ? സജ്ജന, നിങ്ങളുടെ മോൻ ഭിന്നശേഷിക്കാരനായോണ്ടല്ലേ നിങ്ങൾക്ക് പോകാൻ പറ്റാത്തേ? ഓ, അതൊന്നും ഞങ്ങളെപ്പോലുള്ള അപ്പനും അമ്മയ്ക്കൊന്നും ഒരു പ്രശ്നമല്ലടാ. പിന്നെ ആകെ ഉള്ളൊരു സങ്കടമുള്ളതേ, എൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അവൻ ആരുണ്ടെന്നുള്ളതാ. ഞങ്ങളൊക്കെ ഇല്ല ചെയ്യുന്ന അവിടെ, അങ്ങനൊന്നും ടെൻഷൻ വേണ്ട. ഞാൻ പറഞ്ഞു വന്നതേ, വയ്യാത്ത നിങ്ങളുടെ മോൻ്റെ പേര് ഒരു നല്ലൊരു യാത്ര പോകാനും നല്ല അടിപൊളി ഒരു പരിപാടി പങ്കെടുക്കാനുള്ള ഒരവസരം ഒത്തു വന്നിട്ടുണ്ട്. അതെന്നാ പരിപാടിയാടാ? ഈ വരുന്ന ഫെബ്രുവരി 23-ന് കോഴിക്കോട് ബീച്ചിൽ വെച്ച് നല്ല അടിപൊളി ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതായത് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും വേണ്ടി മാത്രമുള്ളൊരു പരിപാടി. അങ്ങനെ വയ്യാത്തവർക്ക് പരിപാടി നടക്കാറുണ്ടോ? ഇത് ജനമെന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന പരിപാടിയാണ്. ഇതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ഒതുങ്ങി കൂടുന്ന ഒരുപാട് കുട്ടികളുണ്ട്, പല പല നാടുകളിൽ നിന്നുള്ളത്. അങ്ങനെയുള്ള കുട്ടികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കൊക്കെ ഒരുമിച്ചിരിക്കാനും ഒരു ദിവസം സംസാരിച്ചിരിക്കാനും ഒക്കെ ഉള്ളൊരു ദിവസം. അതെ, കാശ് മുടക്കമുള്ള പരിപാടി വല്ലതും ആണോടാ? ഒന്ന് രജിസ്റ്റർ ചെയ്യണം, അത്ര മാത്രം ചെയ്താൽ മതി. അവിടെ പോയി കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരുടെ കലാപരിപാടികളും ഭക്ഷണമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ദിവസമായിരിക്കും. സജീവനം ധൈര്യമായിട്ട് മോനെ കൊണ്ട് പോകും. ഏട്ടാ, എന്നാലും കോഴിക്കോട് വരെ ചെന്ന് പറ്റുന്നുണ്ടോടാ? അതൊന്നും നിങ്ങൾ അറിയേണ്ട സജീണ. നിങ്ങളെ മകനെ ഞങ്ങളവിടെ എത്തിച്ചാൽ പോരെ. നിങ്ങളുടെ പരിപാടിയൊക്കെ തീരുമ്പോഴത്തേക്കും ഞങ്ങളും കോഴിക്കോടൊക്കെ കണ്ടൊന്ന് ആസ്വദിച്ച് കറങ്ങി വരാം, അല്ലടാ? പിന്നല്ലാതെ. എന്നാൽ പോയേക്കാടാ, അവനൊരു സന്തോഷമാവട്ടെ. അവനാണ് ഇതുവരെ വീട് വിട്ട് പുറത്തോട്ടൊന്നും പോയിട്ടില്ല.